മനു, വലിയ ആക്രമണം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. അതിനെ ഇന്ത്യ തന്ത്രപരമായി ചെറുക്കുന്നു. ഒപ്പം ഇന്ത്യ തിരിച്ചടിയും ആരംഭിച്ചിരിക്കുന്നു. എന്താണിപ്പോൾ മറ്റു വിവരങ്ങൾ കൂട്ടിച്ചേർക്കാൻ സാധിക്കുന്നത്? കേന്ദ്രത്തിന്റെ ഒരു നിർദ്ദേശം കൂടി വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതായത് അതിർത്തി മേഖലകളിൽ താമസിക്കുന്നവരുൾപ്പെടെയുള്ളവർ വീടിന് അകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല എന്നുള്ള കർശന നിർദ്ദേശം ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ ബരാമുള്ള, കുപ്വാര, ബന്ദിപ്പൂർ എന്നീ 3 ജില്ലകളിലെ ആളുകളെ ബങ്കറുകളിലേക്ക് മാറ്റാനും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാനുമുള്ള ഒരു നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ വരുന്നുണ്ട്. മറ്റൊന്ന്, കഴിഞ്ഞ ദിവസം ഈ പാകിസ്ഥാൻ ഉപയോഗിച്ച ഡ്രോൺ അത് ടർക്കിഷ് ഡ്രോണുകളായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അതിന്റെ സവിശേഷത എന്ന് പറയുന്നത് അതിന്റെ പേലോഡ് കപ്പാസിറ്റി ഏകദേശം 9 കിലോയാണ്. ടേക്ക് ഓഫ് വെയിറ്റ് എന്ന് പറയുന്നത് 45 കിലോഗ്രാമാണ്. ഇത് ഏകദേശം 3 മുതൽ 5 കിലോമീറ്റർ വരെ ദൂരത്ത് അതിന്റെ ഒരു ഓപ്പറേഷൻ റേഞ്ച് അതായിരുന്നു. പക്ഷേ ഇന്ന് അവർ ഉപയോഗിച്ച ഡ്രോണുകളിൽ പലതും അത് ലോങ് റേഞ്ച് ഡ്രോണുകളാണ് എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് കൂടുതൽ അത്യാധുനിക ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്താൻ ഇപ്പോൾ പാകിസ്ഥാൻ തയ്യാറെടുത്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നിർണായക കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അജിതോടുള്ളവർ ഇപ്പോൾ 7LKLM നിന്ന് പുറത്തേക്ക് പോകുന്ന കാഴ്ചകൾ കൂടി കാണാൻ സാധിക്കുകയും ചെയ്യുന്നു. അത്തരത്തിൽ നിർണായക തീരുമാനം എടുത്തിരിക്കുന്നു എന്നുള്ള കാഴ്ചകൾ കൂടി കാണാൻ സാധിക്കുന്നു. അത്തരത്തിലുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതാണ് കശ്മീരിൽ നിന്ന് കൂടുതൽ ആളുകളെ ഒഴിപ്പിക്കുവാനുള്ള സാധ്യതകൾ കൂടി കാണുന്നുണ്ട്. നേരത്തെ ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതായത് ജമ്മു കാശ്മീരിൽ നിന്നടക്കം കൂടുതൽ ട്രെയിൻ മാർഗമടക്കം ആളുകളെ വേണമെങ്കിൽ ഡൽഹിയിലേക്ക് അടക്കം മാറ്റും എന്ന തരത്തിലൊക്കെയുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വരികയും ചെയ്തതാണ്. അങ്ങനെ കൂടുതൽ ആളുകളെ ഒഴിപ്പിക്കേണ്ടതുണ്ട് എങ്കിൽ ഒഴിപ്പിച്ചുകൊണ്ടുള്ള കൃത്യമായ തിരിച്ചടിക്ക് ഇന്ത്യ തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ മിഥുൻ സൂചിപ്പിക്കുന്നതനുസരിച്ചാണെങ്കിൽ നിർണായകമായ യോഗങ്ങൾ ഇപ്പോഴും രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്നലെ ഇന്ത്യ പാകിസ്ഥാന് തിരിച്ചടി നൽകുമ്പോൾ ഉൾപ്പെടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ ഈ തിരിച്ചടി എങ്ങനെ എന്നുള്ളത് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു പക്ഷേ ഇന്ന് അതിനുള്ള ഒരുക്കമാണോ എന്നതിൽ വ്യക്തതയില്ല. സൈനിക നീക്കങ്ങൾ ആണ്, അതിന് രഹസ്യ സ്വഭാവമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കില്ല എന്തൊക്കെ നീക്കങ്ങൾ ആണ് നടത്തിയിട്ടുള്ളത്, നടത്താൻ പോകുന്നത് എന്നത്. പക്ഷേ ഇന്ത്യ അതീവ ഗൗരവമായി വിഷയത്തെ നോക്കിക്കാണുന്ന പശ്ചാത്തലത്തിൽ തിരിച്ചടിക്കുള്ള ഒരുക്കങ്ങളുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. മിഥുൻ, എന്താണ് മനസ്സിലാക്കുന്നത്? ഈ യോഗത്തിൽ ആരൊക്കെയാണ് പങ്കെടുത്തിരുന്നത് എന്നതിൽ വ്യക്തതയുണ്ടോ? വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഒപ്പം തന്നെ അജിത് ഡോവലുമായി ആയിട്ടായിരുന്നു അല്പസമയത്തിന് മുമ്പ്. ഒപ്പം തന്നെ സൈനിക ആയിട്ടായിരുന്നു അല്പസമയത്തിന് മുമ്പ് പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയത്. അതിനുശേഷമാണ് ഇപ്പോൾ അവർ പുറത്തേക്ക് പോകുന്നത്. അതിനു മുമ്പ് പ്രതിരോധ മന്ത്രിയും സൈനിക മേധാവിമാരുമായും കൂടിക്കാഴ്ച നടക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ അവർ പുറത്തേക്ക് പോകുന്ന കാഴ്ച. കൂടുതൽ നിർണായക തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഒരു തിരിച്ചടിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് ഏത് രീതിയിലായിരിക്കും എന്നുള്ളതാണ് ഇനി നമുക്ക് അറിയേണ്ടിയിരിക്കുന്നത്. നിലവിലെ സാഹചര്യം, അതായത് 5 സംസ്ഥാനങ്ങളിലേക്കാണ് ഇത്തരത്തിൽ പാകിസ്ഥാന്റെ ആക്രമണം ഉണ്ടാകുന്നത്. അതിൽ 26 ഇടങ്ങളിൽ, അതിൽ 20ഉം നഗരപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച്, ജനവാസ മേഖലകൾ കേന്ദ്രീകരിച്ച്, അതായത് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ സൈനിക കേന്ദ്രങ്ങളും ഒപ്പം തന്നെ വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു പാകിസ്ഥാന്റെ ആക്രമണം ഉണ്ടായതെങ്കിൽ അതിന്ന് ഒരു പടി കൂടി കടന്ന് ജനവാസ മേഖലകൾക്ക് കൂടി ആക്രമണം ശക്തമാക്കാൻ പാകിസ്ഥാൻ തുനിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയാണ് സംഘർഷത്തിൽ 3 പേർക്ക് പഞ്ചാബിലും ഒക്കെ പരിക്കേൽക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായത്. അവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. ഇപ്പോൾ നിലവിൽ ഒമർ അബ്ദുള്ളയുടെ ഒരു ട്വീറ്റ് വരുന്നുണ്ട്. അതായത് ഒരുമിച്ച് ഈ അവസ്ഥയെ തരണം ചെയ്യണം എന്നുള്ള ആഹ്വാനമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. മറ്റൊരു ആശങ്കയ്ക്കും അടിസ്ഥാനമില്ല. എല്ലാം നമ്മളുടെ കയ്യിൽ ഭദ്രമാണ്. ഒരു രീതിയിലും പാനിക് ആവേണ്ട സാഹചര്യമില്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ട്വീറ്റ് കൂടിയാണല്ലോ. ജമ്മു കാശ്മീരിന്റെ മുഖ്യമന്ത്രിയായ ഒമർ അബ്ദുള്ളയുടെ പ്രതികരണം. ട്വീറ്റ് വരുന്നു, നമ്മൾ സുരക്ഷിത കരങ്ങളിൽ ആണ് എന്നുള്ളത്. അതായത് നമ്മുടെ സൈന്യത്തിന്റെ കരുത്ത്, ശക്തി, അതിൽ ആത്മവിശ്വാസം അർപ്പിക്കേണ്ട നിമിഷം ആണിത് എന്ന് ഒമർ അബ്ദുള്ള പറഞ്ഞു വെക്കുന്നു. ഒപ്പം മിഥുൻ, ഇന്ന് ഒമർ അബ്ദുള്ള നേരിട്ട്, അതായത് ജമ്മു കാശ്മീരിലെ ആക്രമണ പ്രദേശങ്ങളടക്കം ഒമർ അബ്ദുള്ള സന്ദർശിച്ചതാണ്. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരെ അടക്കം സന്ദർശിച്ചതാണ്. കഴിഞ്ഞ ദിവസം പൂഞ്ചിലുണ്ടായ ആക്രമണം
പാകിസ്ഥാൻ നടത്തിയ ഷെൽ ആക്രമണത്തിൽ നമുക്ക് നഷ്ടമായത് 15 ജീവനുകൾ ആണ്. അതിൽ തന്നെ പൂഞ്ചിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ അടക്കം ഈ ആക്രമണത്തിലൂടെ ലക്ഷ്യമിട്ടിരുന്നു. 2 കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ മരണപ്പെട്ട സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ കലുഷിതമായ സാഹചര്യം നേരിട്ട പ്രദേശങ്ങൾ അടക്കം ഇന്ന് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ ലഫ്റ്റനന്റ് ഗവർണറും സന്ദർശിച്ചിരുന്നു. ആ സന്ദർശനത്തിന് ശേഷമുള്ള പ്രതികരണം എന്നുകൂടി നമുക്ക് ഒമർ അബ്ദുള്ളയുടെ പ്രതികരണത്തെ വായിച്ചെടുക്കേണ്ടതായി വരുന്നു. അതായത് അങ്ങേയറ്റം കലുഷിതമായ സാഹചര്യം ആണ് അതിർത്തിയിൽ പാകിസ്ഥാൻ സൃഷ്ടിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് എങ്കിൽ പോലും അതിനെ തരണം ചെയ്യുവാനുള്ള ശേഷി ഇന്ത്യക്കുണ്ട് എന്ന് ജമ്മു കാശ്മീരിന്റെ മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള ഒമർ അബ്ദുള്ള വളരെ കൃത്യമായി പറഞ്ഞു വെക്കുന്നു. ഒന്നിച്ചു നിൽക്കുന്നതിന്റെ ഒരു ആവശ്യകത കൂടിയാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്ത്യ ഒറ്റക്കെട്ടായി പാകിസ്ഥാനെതിരെ തിരിച്ചടിക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് പ്രധാനമായിട്ടും ഡ്രോൺ അറ്റാക്ക് നടന്നിട്ടുള്ളത് എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങളുമുണ്ട്. ബാരാമുള്ളയിൽ ഉണ്ടായിരുന്നു, ശ്രീനഗറിൽ ഉണ്ടായിരുന്നു, അവന്തിപ്പോരയിൽ സൈനിക എയർ ബേസ് ആണ് പാകിസ്ഥാൻ ലക്ഷ്യമിട്ടത് എന്നുള്ളതാണ്. ജയ്സാൽമേർ, ബാർമർ, ഭുജ് വരെയാണ് ഈ ആക്രമണം നീണ്ടത്. ഗുജറാത്തിലെ ഭുജ് വരെയാണ് നീണ്ടത്. ഫിറോസ്പൂർ, കൂടുതലും ആളുകൾക്ക് പരിക്കേറ്റിട്ടുള്ളത് ഫിറോസ്പൂരിലാണ്. അതേക്കുറിച്ചുള്ള ദൃശ്യങ്ങളും വന്നിട്ടുണ്ട്. ഫിറോസ്പൂരിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പരിക്കേറ്റിട്ടുള്ളത്. പിന്നെ പത്താൻകോട്ടിലും ആക്രമണം ഉണ്ടായി. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ. കഴിഞ്ഞ ദിവസവും ഏതാണ്ട് ഇതേ സ്ഥലങ്ങളിൽ തന്നെയായിരുന്നു പാകിസ്ഥാന്റെ ഡ്രോൺ ആക്രമണം വന്നത്. ഇത്തവണ ആംഡ് ഡ്രോൺസ് ആണ് കൂടുതലായിട്ടും ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. തുർക്കിഷ് നിർമ്മിത ഡ്രോണുകളാണ് എന്നുള്ള കാര്യം പ്രാഥമികമായിട്ട് കഴിഞ്ഞ ദിവസം തന്നെ മനസ്സിലായതാണ്. ഇന്ത്യൻ സൈന്യം ഇക്കാര്യം ഔദ്യോഗികമായിട്ട് അറിയിച്ചിട്ടുള്ള കാര്യവുമാണ്. ഇത്തവണ കൂടുതൽ പേലോഡായിട്ട് ആംഡ് ഡ്രോൺസ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഇന്ത്യൻ പ്രതിരോധ സംവിധാനത്തിൽ, വ്യോമ പ്രതിരോധ സംവിധാനത്തിൽ തട്ടി തകർന്നിട്ടും അത് ആളുകൾക്ക് പരിക്കേൽക്കുന്ന ഒരു രീതിയിലേക്ക് കുറച്ച് ഇടങ്ങളിലെങ്കിലും വന്നത്. എന്തായാലും പാകിസ്ഥാൻ ചെയ്യുന്നത് ശരിയായ രീതിയല്ല. തീ കൊണ്ടുള്ള കളിയാണ് പാകിസ്ഥാൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. തുടർച്ചയായിട്ട് ഡ്രോണുകൾ വ്യോമാതിർത്തി ലംഘിച്ചുകൊണ്ട് ഇന്ത്യയിലേക്ക് വിടുകയാണ് പാകിസ്ഥാൻ ഇപ്പോൾ ചെയ്യുന്നത്. അതിനെ തകർത്തെറിയാൻ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തിന് കഴിയും. എങ്കിൽ പോലും ജനവാസ മേഖലയിലേക്ക് ഈ ഡ്രോണുകൾ അയക്കുന്നത് കൊണ്ട് തന്നെയാണ് പലയിടങ്ങളിലും ഇത്തരത്തിൽ സ്ഫോടനം ഉണ്ടാകുന്നു, തീപിടുത്തം ഉണ്ടാകുന്നു, ആളുകൾക്ക് പൊള്ളലേൽക്കുന്നു. അതാണിപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. യെസ്, MG രേണുക കൂടിയാണ് ചേരുന്നത്. എടുത്തു പറയേണ്ടത്, പ്രേക്ഷകരെ ഓർമ്മപ്പെടുത്തേണ്ടത് ഇന്ത്യ തിരിച്ചടിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇന്ത്യയുടെ തിരിച്ചടി പാകിസ്ഥാൻ നൽകുന്ന തിരിച്ചടി പോലെയുള്ള സ്വഭാവത്തിലല്ല. പാകിസ്ഥാനിലെ സാധാരണക്കാരായ ആളുകളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള തിരിച്ചടിയല്ല. അവിടെ ജനവാസ മേഖലകളെ ആക്രമിക്കാൻ ഇന്ത്യ തയ്യാറാകുന്നില്ല. പ്രത്യേകിച്ച് ഇന്ന് സൈന്യം നടത്തിയ വാർത്താ സമ്മേളനം നമ്മൾ ഈ ഘട്ടത്തിൽ ഓർത്തെടുക്കേണ്ടതുണ്ട്. അതായത് യാത്രാ വിമാനങ്ങളെ കവചമാക്കിക്കൊണ്ടുള്ള ഒരു ആക്രമണം ആയിരുന്നു പാകിസ്ഥാൻ നടത്തിയത്. ഇന്ത്യക്ക് വേണമെങ്കിൽ തിരിച്ചടിക്കാം. ആ വിമാനങ്ങളിലെ യാത്രക്കാരുടെ ജീവനെക്കുറിച്ച് ആശങ്കപ്പെടാതെ തിരിച്ചടിക്കാം. മാത്രവുമല്ല, പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യൻ പൗരന്മാർ ആരും ഇല്ല നിലവിൽ എന്നത് ഇന്ത്യക്ക് ഉറപ്പുള്ള കാര്യമാണ്. പക്ഷേ അപ്പോഴും അവരുടെ ജീവന് അടക്കം വില നൽകിക്കൊണ്ട് അങ്ങനെ ഒരു തിരിച്ചടിക്ക് ഇന്ത്യ മുതിർന്നിരുന്നില്ല. ആ യാത്രാ വിമാനങ്ങളെ ആക്രമിക്കാത്ത തരത്തിൽ ആയിരുന്നു ഇന്ത്യ ജെറ്റ് വിമാനങ്ങൾ, അതായത് ഇന്ത്യയുടെ റിപ്പോർട്ടുകൾ അനുസരിച്ച് F-16, JF-17 യുദ്ധവിമാനങ്ങൾ അടക്കം ഇന്ത്യ തകർത്തു എന്ന് പറയുമ്പോൾ പോലും ലാഹോറിലും ഇസ്ലാമാബാദിലും കറാച്ചിയിലും ഇന്നലെ ഇന്ത്യ തീമഴ പെയ്യിപ്പിക്കുമ്പോൾ പോലും ഇത്തരം യാത്രാ വിമാനങ്ങളോ അല്ലെങ്കിൽ സാധാരണക്കാരായ ആളുകൾക്കോ പരിക്കേൽക്കാതെ ജീവഹാനി സംഭവിക്കാതെ ശ്രദ്ധിച്ചിരുന്നു. ഇപ്പോഴിതാ ഇന്ത്യ തിരിച്ചടിക്കുമ്പോഴും പോസ്റ്റുകൾക്ക് നേരെ, സൈനിക പോസ്റ്റുകൾക്ക് നേരെ, അതായത് സൈന്യമാണിപ്പോൾ ഇന്ത്യയുടെ അതിർത്തി മേഖലകളിലേക്ക് ഇത്തരത്തിൽ ഡ്രോണുകൾ വർഷിക്കുന്നത്. പഞ്ചാബിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് നേരെ, ഫിറോസ്പൂരിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് നേരെ ഇത്തരത്തിൽ ആക്രമണം നടത്തുന്നത്. അങ്ങനെയുള്ള സൈനികരെയാണ് ഇന്ത്യ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അതിർത്തി മേഖലയിലെ സൈനിക പോസ്റ്റിൽ തിരിച്ചടിച്ചു എന്ന വാർത്ത കൂടി വരുന്നത്. MG രേണുക ചേരുന്നുണ്ട്. രേണുക, സൈനികമായ ഒരു നടപടി ഇന്ത്യ തിരിച്ചടിക്കുന്നു. സൈനികമായ തിരിച്ചടി, സൈനികർക്കുള്ള തിരിച്ചടിയാണല്ലോ ഇന്ത്യ ആരംഭിച്ചിട്ടുള്ളത്. തീർച്ചയായും അഭിലാഷ്, കനത്ത തിരിച്ചടി പാകിസ്ഥാന് നൽകും എന്ന കാര്യത്തിൽ സംശയമില്ല. ആ തിരിച്ചടി തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ പാക് ഓക്കുപൈഡ് കാശ്മീരിലെ സൈനിക ക്യാമ്പ് പാകിസ്ഥാൻ
സൈനിക ക്യാമ്പ് കേന്ദ്രമാക്കിയാണ് ഇന്ത്യയുടെ ആദ്യ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. കോട്ലിയിലും സിയാൽകോട്ടിലും ഇന്ത്യ തിരിച്ചടിച്ചു എന്ന വാർത്തകൾ കൂടി വരുന്നു. ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വരണം. പക്ഷേ സിയാൽകോട്ടിലും കോട്ലിയിലും നമുക്കറിയാം ഇന്നലെ ആദ്യ ഇന്ത്യയുടെ തിരിച്ചടിയുടെ ഒരു കേന്ദ്രം സിയാൽകോട്ടായിരുന്നു. ഇന്നും സിയാൽകോട്ട് കേന്ദ്രീകരിച്ച് ഇന്ത്യ തിരിച്ചടിക്കുന്നു എന്ന വിവരമാണ് വരുന്നത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ വിക്രം മിസ്ത്രി സൂചിപ്പിച്ചിരുന്നു പാക് സൈന്യത്തിന് കനത്ത തിരിച്ചടി നൽകിയിട്ടുണ്ട് ഇന്ത്യ എന്നതാണ്. അപ്പോൾ ഇന്ത്യയുടെ തിരിച്ചടി എപ്പോഴും ആ സ്വഭാവത്തിലുള്ളതാണ്. ഇന്നും പാക് ഓക്കുപ്പൈഡ് കാശ്മീരിലെ പാകിസ്ഥാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൈനിക ക്യാമ്പിന് നേരെ ഇന്ത്യയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ വരുന്നത്. നമുക്കറിയാം കഴിഞ്ഞ മണിക്കൂറുകളിൽ 6 മണിയോടുകൂടി തുടങ്ങിയ ആക്രമണം ഇന്ത്യയുടെ വടക്ക് മുതൽ തെക്ക് വരെയുള്ള വടക്ക് ജമ്മുവിൽ മുതൽ ഇങ്ങ് തെക്ക് ഗുജറാത്തിൽ ഭുജ് വരെയുള്ള ഇടങ്ങളിൽ വ്യാപകമായിട്ടുള്ള ഡ്രോൺ ആക്രമണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രദേശങ്ങളാകെ തന്നെ ബ്ലാക്ക് ഔട്ടിലേക്ക് പോകേണ്ടുന്ന സാഹചര്യമുണ്ടായി. ഓരോ നഗരങ്ങൾ കേന്ദ്രീകരിച്ചും 26 ഇടങ്ങൾ ലക്ഷ്യമിടുമ്പോൾ അവിടേക്ക് ഒന്നിലധികം ഡ്രോണുകൾ എത്തുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം ഇതിനെയൊക്കെ വളരെ കൃത്യമായി തന്നെ ഇന്റർസെപ്റ്റ് ചെയ്യുകയും മറ്റും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പോലും ഫിറോസ്പൂരിൽ വീണ ഒരു ഡ്രോൺ അത് ഇന്റർസെപ്റ്റ് ചെയ്തതിന് ശേഷം ഒരു വീട്ടിൽ വീഴുകയും അവിടെ തീപിടിച്ച് 3 പേർക്ക് പരിക്കേൽക്കുന്നതൊക്കെ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. 26 കേന്ദ്രങ്ങൾ ലക്ഷ്യമിടുന്നു. അതിൽ 20 എണ്ണം നഗര കേന്ദ്രീകൃതമായ പ്രദേശങ്ങളാണ്. അപ്പോൾ മനുഷ്യരെ ലക്ഷ്യമിട്ടുള്ള ആക്രമണം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഇന്നും ഉണ്ടായിരിക്കുന്നു എന്ന കാര്യമാണ്. ഇതിന് കനത്ത തിരിച്ചടി തന്നെ ഇന്ത്യ ഉറപ്പാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത്തരമൊരു നിർദ്ദേശം തന്നെ നമുക്കറിയാം. ഈ പാകിസ്ഥാനുള്ള മറുപടി എന്നതിൽ തീരുമാനമെടുക്കാനുള്ള പൂർണ്ണ അധികാരം ഇന്ത്യൻ സൈന്യത്തിന് നൽകിയിട്ടുണ്ട്. ഇന്ന് ഉണ്ടായിട്ടുള്ള തിരിച്ചടിക്ക് കൃത്യവും വ്യക്തവുമായ തിരിച്ചടി ഉറപ്പാക്കണം എന്ന നിർദ്ദേശം പ്രതിരോധ മന്ത്രി ഇന്ത്യൻ സൈന്യത്തിന് നൽകിയിട്ടുണ്ട് എന്ന വിവരം കൂടിയാണ് വരുന്നത്. നമുക്കറിയാം ഏറ്റവും നീണ്ടുനിന്ന ഒരു കൂടിയാലോചനയാണ് ഡൽഹിയിൽ അല്പം മുൻപ് പൂർത്തിയായത്. അത് പ്രധാനമന്ത്രിയുടെ വസതിയിൽ നടന്ന കൂടിക്കാഴ്ചയാണ്. വിദേശകാര്യമന്ത്രിയും അജിത് ഡോവലും ഒക്കെ പങ്കെടുത്ത കൂടിക്കാഴ്ചയാണ്. അതിൽ കൃത്യമായി എന്താണ് ഇന്നത്തെ മറുപടി എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അതനുസരിച്ചുള്ള നിർദ്ദേശം സൈന്യത്തിന് കൈമാറിയിട്ടുണ്ടും എന്ന് അറിയുന്നു. എന്തായാലും ഇന്ത്യ തിരിച്ചടി തുടങ്ങിയിരിക്കുകയാണ്. അതിനിടയിൽ നയതന്ത്ര ഇടപെടലുകൾ കൂടി ഉണ്ടാകുന്നു എന്ന് വേണം മനസ്സിലാകാൻ. അത് അമേരിക്കയുടെ ഭാഗത്തു നിന്നാണ്. ട്രംപിന്റെ പ്രതികരണമാണ് വരുന്നത്. എത്രയും പെട്ടെന്ന് ഈ എസ്കലേഷൻ അവസാനിപ്പിക്കണം എന്ന ഒരു നിർദ്ദേശമാണ് വരുന്നത്. ഇരു രാജ്യങ്ങളും സുഹൃത്തുക്കളാണ്. ഒരു കാരണവശാലും ഇത് നീണ്ടുപോകാൻ ഇടയാകരുത്. അങ്ങനെയുള്ള ഒരു ഇടപെടൽ ഉണ്ടാകണം എന്ന ഒരു നിർദ്ദേശമാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നും വരുന്നത്. ഇന്നലെയും നമ്മൾ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ പല ലോകരാഷ്ട്രങ്ങളുടെ ഭാഗത്തു നിന്നും കണ്ടതാണ്. അപ്പോഴും ഇന്ത്യയുടെ ഭാഗത്തേക്കുള്ള പാക് പ്രകോപനം തുടരുകയും അതിന് തിരിച്ചടി നൽകാൻ ഇന്ത്യ നിർബന്ധിതമാവുകയുമായിരുന്നു. ആ തിരിച്ചടിയാണ് ഇപ്പോൾ പാക് ഓക്കുപ്പൈഡ് കാശ്മീരിൽ പാക് സൈനിക ക്യാമ്പുകൾക്ക് നേരെ ഇന്ത്യ തുടങ്ങിവെച്ചിരിക്കുന്നത്. വളരെ നിർണായകമായ നീക്കങ്ങളാണ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. പാക് അധിനിവേശ കശ്മീരിലേക്ക് ഇന്ത്യ തിരിച്ചടി ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. നേരത്തെ പഹൽഗാമിൽ തീവ്രവാദ ആക്രമണം നടത്തിയതിന് തൊട്ടു പിന്നാലെ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായ പ്രതികരണങ്ങളിൽ ഒന്ന് ഇനി നിയന്ത്രണ രേഖ ഉൾപ്പെടെ ഞങ്ങൾ മാനിക്കുന്നില്ല എന്നുള്ളതായിരുന്നു. അന്താരാഷ്ട്ര ഉടമ്പടി പ്രകാരമുള്ള നിയന്ത്രണ രേഖകളൊന്നും ഞങ്ങൾക്കിനി ബാധകമല്ല എന്നുള്ളതായിരുന്നു. മാത്രവുമല്ല ഇന്നും പാകിസ്ഥാനിലെ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് പറഞ്ഞത് യുദ്ധമുഖത്താണ്, ഏത് തരത്തിലുമുള്ള യുദ്ധത്തിനൊരുക്കമാണ് എന്ന് പറയുന്ന ഒരു രാജ്യത്തിന് ഇന്ത്യ തിരിച്ചടി നൽകുമ്പോൾ ഇപ്പോഴും ഇന്ത്യ സൈനിക പോസ്റ്റുകൾ ആക്രമിക്കുന്നു അല്ലെങ്കിൽ തിരിച്ചടിക്കുന്നു എന്നതാണ് കൃത്യമായി പറയാനുള്ളത്. ഒരുപക്ഷെ ന്യൂസ് 18 യൂട്യൂബ് പ്രേക്ഷകർ അടക്കം വലിയ തോതിൽ പാക് ജനതയ്ക്കെതിരെ ആരോപണങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉന്നയിക്കുന്ന സാഹചര്യമുണ്ട്. ആ പ്രേക്ഷകരെയും ഓർമ്മിപ്പിക്കേണ്ടത് ഇന്ത്യയുടെ യുദ്ധതന്ത്രങ്ങൾ എന്നത് ഒരു ജനതയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതല്ല, മറിച്ച് സൈനികമായ ഒരു ആക്രമണം നടത്തുമ്പോൾ സൈനികമായ തിരിച്ചടി, അവിടുത്തെ ഭരണകൂടത്തിന് നൽകുന്ന തിരിച്ചടി, ആ നിലയിൽ മാത്രമാണ് ഇന്ത്യ തിരിച്ചടിക്കുക. അതാണ് ഇന്ത്യയുടെ ചരിത്രം. ഇപ്പോഴും ഇന്ത്യ ആ മട്ടിലുള്ള ആക്രമണം അല്ലെങ്കിൽ ചെറുത്തുനിൽപ്പ് തിരിച്ചടിയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. മണിക്കൂറുകൾ നീണ്ട പോരാട്ടം ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ഇന്ന് വൈകിട്ട് 6 മണിക്ക് ശേഷം തുടർച്ചയായി പതിവ് പോലെ എന്ന് പറയേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. തുടർച്ചയായ 3-ാം ദിവസവും ജമ്മു കാശ്മീരിലേക്ക് ഡ്രോൺ വർഷം ആയിരുന്നു പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അത് ചെറുക്കാൻ ആംഡ് ഡ്രോണുകൾ ആണ് പാകിസ്ഥാൻ ഉപയോഗിക്കുന്നത്. ആ ഡ്രോണുകൾ ഓരോന്നായി നിർവീര്യമാക്കുകയായിരുന്നു
ഇന്ത്യൻ സേന വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നതിൽ നിന്ന് ഇന്ത്യയുടെ അതിർത്തി മേഖലകളെ സംരക്ഷിക്കാൻ ഇന്ത്യൻ സേനയ്ക്ക് സാധിച്ചു. അതിനിടെ പഞ്ചാബ് ഉൾപ്പെടെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിലേക്കും പാകിസ്ഥാൻ ആക്രമണം വ്യാപിപ്പിക്കുകയായിരുന്നു. അവിടെയും ഡ്രോൺ ആക്രമണം നടത്തുമ്പോൾ ജനവാസ മേഖലകളെ കൃത്യമായി പാകിസ്ഥാൻ ലക്ഷ്യമിട്ടു എന്നതാണ്. ഫിറോസ്പൂർ ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക് ഡ്രോണുകൾ തൊടുത്തുവിടുമ്പോൾ, ആംഡ് ഡ്രോണുകൾ ഉപയോഗിക്കുമ്പോൾ വളരെ കൃത്യമായി അത് മറ്റേതെങ്കിലും തരത്തിൽ പ്രാധാന്യമുള്ള മേഖലകളല്ല, ജനവാസ മേഖലകൾ ആണ്, കാർഷിക മേഖലകൾ ആണ്. അവിടേക്കാണ് പാകിസ്ഥാൻ ഇത്തരത്തിൽ തീമഴ പെയ്യിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ പാകിസ്ഥാന്റെ അത്തരം നീക്കങ്ങൾ എല്ലാം ഇന്ത്യ പൊളിച്ചെടുക്കുകയാണ്, നിർവീര്യമാക്കുകയാണ്. ഇപ്പോഴിതാ ഇന്ത്യ സ്ഥിരീകരിക്കുന്നുണ്ട് 3 പേർക്ക് പരിക്കേറ്റു എന്നുള്ളത്. അതുപോലും തകർന്നു വീണ ഡ്രോണിന്റെ അവശിഷ്ടങ്ങളിൽ നിന്നുണ്ടാകുന്ന പരിക്കാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. അങ്ങനെയുള്ള അഗ്നിബാധയാണ് സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ പാകിസ്ഥാൻ ശ്രമിക്കുന്നത് ഈ ഓരോ ഡ്രോണുകളും ഇന്ത്യയുടെ മണ്ണിൽ പതിച്ച് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുക, വലിയ ആൾനാശം ഉണ്ടാക്കുക. അതാണ് പാകിസ്ഥാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതൊന്നും ഫലിക്കുന്നില്ല. മറിച്ച് ഇന്ത്യ പ്രതിരോധിക്കുക മാത്രമല്ല, തിരിച്ചടിക്കുകയും ചെയ്യുന്നു. അതിശക്തമായ തിരിച്ചടി ഇന്ത്യ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. പാകിസ്ഥാനിലെ പാക് അധിനിവേശ കശ്മീരിലെ സൈനിക പോസ്റ്റുകൾക്ക് നേരെ ഇന്ത്യ ആക്രമണം നടത്തുന്നു. അങ്ങനെ സൈനിക പോസ്റ്റുകൾ തകർക്കുന്നു എന്നുള്ളതാണ്. ഈ സൈനിക പോസ്റ്റുകളിൽ നിന്നുകൊണ്ടാണ് പ്രധാനമായും ഇന്ത്യയെ ലക്ഷ്യമിട്ടുകൊണ്ട് ആക്രമണം നടത്തുന്നത്. ആയുധങ്ങൾ ഇന്ത്യക്ക് നേരെ വിക്ഷേപിക്കുന്നത് ഇത്തരം പോസ്റ്റുകളിൽ നിന്നാണ്. അത്തരം പോസ്റ്റുകളൊക്കെ ഇപ്പോൾ പാകിസ്ഥാന്റെ സൈനിക പോസ്റ്റുകളെല്ലാം തകർത്തുകൊണ്ടിരിക്കുന്നു. പാകിസ്ഥാനിലെ പാക് അധിനിവേശ കശ്മീരിലെ സൈനിക പോസ്റ്റുകളാണ് ഓരോന്നായി ഇന്ത്യ തകർക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരമായി പുറത്തു വരുന്നത്.